പരിശോധിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ തുറന്നു നോക്കിയാൽ അതിന് മറുപടി അതിനകത്തുണ്ട്. ഇപ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 23 യുദ്ധം ഉണ്ടായി. അങ്ങനെ വന്ന് അതിൽ നിന്നൊരു ചെറിയ ആശ്വാസം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്. സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ, നിരപരാധികളായ സ്ത്രീകൾ, നിരപരാധിയായ പുരുഷന്മാരൊക്കെ മരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും പലരും അങ്ങോട്ട് കൊണ്ടുള്ള വിദേശ യാത്രകളിൽ പോലും അത് ബ്ലോക്കുകൾ സംഭവിച്ചു. പല സ്ഥലങ്ങളിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരു ആശ്വാസത്തിന് വാക്കുകൾ ഉണ്ടെങ്കിലും യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അത് തുടങ്ങുന്നത് ദൈവമാണ്, അത് നിർത്തുന്നതും ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ സുവിശേഷകരായതുകൊണ്ട് ഞങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനാണ് ഈ യുദ്ധം? ഈ യുദ്ധം നിർത്താമെന്ന് പ്രാർത്ഥിക്കൂ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, ആവശ്യമാണ്. എങ്കിലും യുദ്ധം അത് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതികളുണ്ട്. ബൈബിൾ പറയുന്നത് അവിടെ ഇവിടെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ദാരിദ്ര്യങ്ങളും ജാതി ജാതിയോട് തീർക്കും, രാജ്യം രാജ്യത്തോട് തീർക്കും. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പരിശോധിച്ചാൽ ഇതിനൊക്കെയും മറുപടിയുണ്ട്. കാലഘട്ടങ്ങളെ കുറിച്ച്, സാമ്രാജ്യങ്ങളുടെ അതിന്റെ ഉൽപ്പത്തിയും അതില്ലായ്മയാവുന്നതിനെ കുറിച്ചൊക്കെ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുഞ്ഞുമക്കളെ, തൊഴിലാളി വർഗങ്ങളെ, ഞങ്ങളും തൊഴിലാളികളായിരുന്നു. എന്നാൽ ഈ നമുക്കൊരു വിഷയമുണ്ട്, ഭാരങ്ങൾ ചുമന്ന് നടക്കും. എന്റെ യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. എത്ര ആശ്വാസകരമായൊരു വാക്കാണ്. ചിലർക്ക് ജീവിതമായ ആ ഭാരങ്ങൾ, മക്കളെ കുറിച്ചുള്ളതായ ഭാരങ്ങൾ, മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ളതായ ഭാരങ്ങൾ, സാമ്പത്തികപരമായ തകർച്ചയുടെ മധ്യയിലുള്ള ഭാരങ്ങൾ, ഓരോ രോഗങ്ങൾ കടന്നു വരുമ്പോൾ രോഗത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ചിലർക്ക് നല്ലൊരു ഭവനമില്ലാത്ത ഭാരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു കാലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ഭാരങ്ങൾ എന്മേൽ ഇട്ടുകൊള്ളുവിൻ. കാരണം യേശുവിനത് മാറ്റുവാൻ കഴിയും. ഞങ്ങൾ ഒരു കാലത്തും മദ്യവും ഈ കഞ്ചാവൊക്കെ വലിച്ചിരുന്നവരായിരുന്നു. ജീവിതത്തില് അടിച്ചു പൊളിച്ച് ജീവിക്കണം, എങ്ങനെയൊക്കെ ജീവിക്കണം, ഒരു സമ്പത്തുണ്ടാക്കണം, പിന്നെ ഒരു ലക്ഷ്യബോധം, വലിയൊരു പ്രത്യാശ, അതില്ലാത്തവരായിരുന്നു ഞങ്ങൾ ഒരു കാലത്ത്. ഒന്നിനെക്കുറിച്ചൊരു പ്രത്യാശയില്ല, ലക്ഷ്യബോധമില്ലാതെ. കാരണം മരിച്ചെങ്കിൽ ഒരു ദിവസം ജനിച്ചെങ്കിൽ ഒരു ദിവസം മരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എന്നാൽ ഞങ്ങളിങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളതായ പ്രാർത്ഥിക്കുന്ന സുവിശേഷകരായ ഈ നല്ല വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചു. ബൈബിളിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെല്ലാമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും താൻ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ പ്രത്യേകത, സർവവും മനുഷ്യനെ സൃഷ്ടിച്ച ശേഷമാണ്, മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാം സൃഷ്ടിച്ച ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതാണ് ഈ ദൈവത്തിന്റെ സ്നേഹം. പക്ഷേ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് ദൈവത്തിന്റെ താല്പര്യം. അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ കൽപ്പനകൾ അങ്ങനെയായിരുന്നു. നമ്മുടെ മക്കളെ അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്ത് അവരൊരു നല്ല നിലയ്ക്ക് എത്തിക്കേണ്ട കാരണം എന്താണ്? നമുക്ക് വയസ്സാവുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കണം, അവർ നമ്മൾ നോക്കണം, സംരക്ഷിക്കണം. അവരുടെ സ്നേഹം നമുക്ക് വേണം. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. എന്നാൽ മനുഷ്യൻ ഇതെല്ലാം വിട്ട്, ദൈവത്തെ വിട്ട്, ദൈവ കൽപ്പനകളെ വിട്ട് ഒക്കെ പോകുവാൻ ഇടവന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും രക്ഷിപ്പാൻ, അവനെ ആ രക്ഷാമാർഗത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം വീണ്ടും ശ്രമിച്ചു. അതാണ് കാൽവരി കുരിശിൽ കാണപ്പെട്ട ആ രക്ഷ. അവിടെയാണ്
ഈ പാപം പേരി നടക്കുന്ന മനുഷ്യന് രക്ഷയുണ്ട്. നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം കാൽവരി കുരിശിൽ യേശു ക്രിസ്തു നമ്മുടെ രോഗത്തിന്, നമ്മുടെ പാപത്തിന്, നമ്മുടെ സകല പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു മരിച്ച ആ സത്യത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ പഠിച്ചപ്പോ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞു. ഞാനൊരു പാപിയായ മനുഷ്യനായിരുന്നു, ഞാൻ ഒരു രോഗിയായിരുന്നു. യേശു ക്രിസ്തു ഞങ്ങൾക്ക് സൗഖ്യം തന്നു. ഞങ്ങൾ പാപിയായിരുന്നു, ആ പാവ ജീവിതത്തിന്റെ യേശു ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ രോഗികളായിരുന്നു, യേശു ക്രിസ്തു ഞങ്ങൾക്ക് സൗഖ്യം തന്നു. പക്ഷെ യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. പല മഹാന്മാരും ഉന്നതന്മാരും പുണ്യം ചെയ്തവരും നല്ല പ്രവൃത്തികൾ ചെയ്തവരും ദേശത്തൊക്കെ നല്ല കാര്യം ചെയ്ത ഒത്തിരി മാന്യന്മാരായ വ്യക്തികൾ നമ്മുടെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചിട്ടില്ല. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പ്രവചിക്കാനിട വന്നു. അവൻ കന്യകയിൽ ജനിക്കും, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ കിടത്തും. ഇതിന്റെ വചനങ്ങളൊക്കെ നിവൃത്തിയായി. പിന്നെ യേശു ജീവിച്ചിരിക്കുമ്പോ തന്നെ അനുഗമിക്കുന്ന ശിക്ഷകണങ്ങളോട് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിക്കും. അതവർക്ക് വളരെ വേദനാജനകമായ ഒരു വാക്കായിരുന്നു. കാരണം യേശു ക്രിസ്തു കൂടുള്ളപ്പോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നിനും ക്ഷാമമില്ല. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ മരിക്കും, ഞാൻ മരിച്ചു ഉയർത്തും 3-ാം നാൾ സ്വർഗത്തിലേക്ക് പോകും, ഞാൻ വീണ്ടും വരും. ശിഷ്യന്മാര് ചോദിച്ചു, വീണ്ടും വരവനും ലോകാവസാനത്തിനുള്ള ഒരു അടയാളമായി ഞങ്ങൾക്ക് എന്തിനും പറഞ്ഞു തരുവാൻ അവര് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം, ലൂക്കാസ് സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലൊക്കെ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ദാരിദ്ര്യങ്ങളും മഹാവ്യാധി, ക്യാൻസർ. ഇന്നിപ്പോ ക്യാൻസർ വേണ്ട, ഷുഗർ വന്നാൽ മതി, ആകെ തളർന്നു പോകും. കിഡ്നി കംപ്ലൈന്റ്, അറ്റാക്ക്, മനുഷ്യൻ നിർജീവന്മാരായി പോകും. ബൈബിൾ അങ്ങനെ പറയുന്നത്. അതാണ് കുഞ്ഞു കുട്ടികൾ പോലും ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എത്രയോ രാവിലെ അതിപുലർച്ചയ്ക്ക് വ്യായാമം ചെയ്യുന്നവരും നല്ല ഫുഡിന്റെ ക്രമീകരണത്തോടെ നല്ല ഫുഡുകൾ കഴിക്കുന്നവരും ഒക്കെ കുഴഞ്ഞു വീണു മരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയിലേക്ക് നടന്നുപോയൊരു വ്യക്തിയാണ്. ചെറിയൊരു കയറ്റമുണ്ടായിരുന്നു, കോടീശ്വരനാണ്. ആ വ്യക്തി അവിടെ കുഴഞ്ഞു വീണു മരിച്ചു. ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. അത്രയുള്ള മനുഷ്യൻ. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ ഒന്ന് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര വലിയവനായിരുന്നാലും, എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും, എത്ര ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സമ്പന്നരായ പരിചയമുണ്ടെന്ന് പറഞ്ഞാലും, മന്ത്രിമാരായിട്ട്, MLA-മാര്, MP-മാര്, പ്രധാനമന്ത്രിമാരായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞാലും ശരി, ജീവനെ ആർക്കും തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ മരിക്കും. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു മരണാന്തര ജീവിതത്തെ കുറിച്ചാണ്. ഒരു വ്യക്തി പറയാണ്, മരണമേ 1 കോടി രൂപ തരാം, ഒരു 10 വർഷത്തേക്ക് മാറിപ്പോവാമോ? നോ, മരണം മാറിപ്പോവില്ല. കാരണം മനുഷ്യൻ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. കമ്പ്യൂട്ടർ യുഗമായി, ആധാർ ലിങ്കിങ്, കമ്പ്യൂട്ടറിലൊക്കെയും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്വത്ത് വിവരങ്ങളൊക്കെ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പോയി ഇപ്പോൾ എന്താണ്, ഡിജിറ്റൽ കരാറുള്ളതായ ഡിജിറ്റൽ ഒരു ഭരണം. നമ്മുടെ പെരകൾക്കും നമ്മുടെ വീടുകൾക്കും കടകൾക്കൊക്കെ എന്തുണ്ട്, ഒരു നമ്പർ അടിസ്ഥാനമുണ്ട്. റോഡിലേക്ക് നോക്കിയിരിക്കുന്ന കടകൾക്ക് ഇനി ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. അത് റോഡ് നോക്കി ടാക്സ്. ഈ സംവിധാനങ്ങളൊക്കെ ദൈവവചന പ്രകാരം പഠിക്കുമ്പോൾ ആ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളതായ ഒരു ഏകലോക ഭരണത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താ, AI സംവിധാനങ്ങളാണ്. എന്താണ് AI സംവിധാനം? ഇന്ന് യന്ത്രവൽക്കരണം, റോബോട്ടുകൾ ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ഇത് ബൈബിൾ വചനത്തിന്റെ നിവൃത്തിയാണ്. വിശുദ്ധമായ ബൈബിളിൽ പറയുന്നത് മനുഷ്യന് കൂലിയില്ലാതെയാകും, മൃഗങ്ങൾക്കും കൂലിയില്ലാതെയാകും. ആ വചനത്തിന്റെ നിവൃത്തിയാണ് ഈ യന്ത്രവൽക്കരണം. ഇന്ന് സെർവന്റായിട്ട് റോബോട്ടുകളെ വെക്കുന്നു, ഹോട്ടൽ ജോലി എടുപ്പിക്കാൻ റോബോട്ടിനെ വെക്കുന്നു. എന്നിട്ട് പറയുന്നു, നമ്മുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും, അമൃത ആശുപത്രിയിൽ പോലും ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തി. രോഗിയുടെ ചുണ്ടു നനങ്ങിയാൽ അത് ആ റോബോട്ട് മനസ്സിലാക്കും. ഇന്ന് മനുഷ്യനൊക്കെ മന്ദബുദ്ധികളായിക്കൊണ്ടിരിക്കുക.
നമ്മുടെ ഒന്ന് പ്രവർത്തിക്കാൻ തലച്ചുകൊണ്ട് പ്രവർത്തനമൊക്കെ മന്ദഗതിയിലായിരിക്കുമ്പോ ഈ റോബോട്ടുകൾ ആ രോഗിയുടെ ചുണ്ടൊന്ന് അനങ്ങിയാൽ അത് മരുന്നാണ് ചോദിക്കുന്നത് വെച്ചാൽ മരുന്നെടുത്ത് കൊടുക്കുകയാണ്. ഭക്ഷണമാണ് ആ ചുണ്ടിന്റെ ചലനം കൊണ്ട് അത് മനസ്സിലാക്കി ഫുഡ് കൊടുക്കുകയാണ്. അത്രയൊക്കെ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ മരിക്കാതിരിക്കുവാൻ തക്കവണ്ണം ലോകത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവിടെ മനുഷ്യൻ പരാജയപ്പെട്ടു. കാരണം എന്തെന്നറിയാമോ? ഇന്ന് ചൈനയിലും വിവിധ രാജ്യങ്ങളിലൊക്കെ ആയുസ് കൂട്ടി കിട്ടുവാൻ തക്കവണ്ണമുള്ള മെഡിസിൻ പോലും അവർ കണ്ടുപിടിക്കാൻ വ്യക്തതയിൽ പെട്ടു ഓടി നടക്കുകയാണ്. എന്നാൽ മരണത്തെ അത് മരിക്കാതിരിക്കുവാൻ ഒരു മെഡിസിൻ ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിലൊക്കെയും മനുഷ്യൻ പരാജിതനാണ് പ്രിയപ്പെട്ടവരെ. കാരണം ദൈവം നിശ്ചയിച്ചതാണ് ഒരിക്കൽ ജനനവും ഒരിക്കൽ മരണവും. അത് അങ്ങനെ തന്നെ സംഭവിക്കും. അവിടെ മനുഷ്യൻ പരാജിതനാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഒരു മരണാന്തര ജീവിതത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ വചനം പോലെ ജീവിക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കും. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എന്റെ വചനം അനുസരിക്കുന്നവരാണ് എന്റെ മക്കൾ. ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുക്രിസ്തു വരാറായി. യേശുക്രിസ്തു മനുഷ്യൻ ഒഴുക്കിയ സ്വർഗീയ പ്രാപ്തി കൈവരിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ മുക്കി, സ്ഥാപക യോഹന്നാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ട് യേശുക്രിസ്തു തന്റെ കീഴിൽ യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെട്ട് നമ്മൾക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. തന്നെ പിന്തുടർന്നവർ അവർ പിന്തുടരണം. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നല്ല കൂട്ടിച്ചേർക്കാനല്ല യേശുക്രിസ്തു വരുന്നത്. യേശുക്രിസ്തു തന്റെ വചനം പോലെ ജീവിക്കുന്ന തന്റെ മണവാട്ടിയായി സഭയെ ചേർക്കുവാൻ മണവാളനായി യേശുക്രിസ്തു വരാറായി. അതിന്റെ ആ വരവിന് മുമ്പ് അടയാളങ്ങളാണ് ഇപ്പൊ ഭൂമിയിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മനുഷ്യൻ എത്ര വീടുകൾ വെച്ച് കെട്ടിയിട്ട് ഗേറ്റുകൾ വെച്ചിട്ട് അതിൽ കടിക്കുന്ന പട്ടിയുണ്ട് എന്ന് എഴുതി വെച്ചാലും ശരി, മൃദു അവിടേക്ക് കടന്നു വരാതിരിക്കില്ല. റോബോട്ടിനെ വെച്ചാലും ശരി, റോബോട്ടുകൾ മനുഷ്യനെ കൊല്ലും. അങ്ങനെയുള്ള റോബോട്ടുകളുണ്ട്. അപ്പൊ ഇനി വിമാനത്താവളത്തിൽ പോലും റോബോട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഇതിന് പറയുന്നു യുദ്ധ മേഖലകളിൽ പോലും മിലിറ്ററിക്കാർക്ക് റോബോട്ടാണ്. 10 അടിയൊക്കെ ചാടിപ്പോവാനും യുദ്ധ സാമഗ്രികൾ യുദ്ധസ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഈ റോബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു 1-ാം ലോക മഹായുദ്ധം നടന്നത് അത് ബൈബിൾ വചനത്തിന്റെ നിവൃത്തിയാണ്. ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറക്കുമോ എന്ന് യെശയ്യാവിന്റെ പുസ്തകം 66 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ രാജ്യം യുദ്ധം തുടങ്ങിയപ്പോ, കാരണം ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നതുകൊണ്ട്, ഈ സുവിശേഷകരായതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾക്കായി കടന്നു വരും. അവര് പറഞ്ഞു, ഇസ്രായേൽ രാജ്യത്തെ പപ്പടം പോലെ പൊടിച്ചു കളയുമെന്ന് പറഞ്ഞു. ദൈവവചനം പറയുന്നത് അവരെ പറച്ച് നട്ടത് ദൈവമാണ്. ഒരിക്കലും അവിടെ നിന്ന് പറച്ച് മറ്റൊരാൾക്ക് മാറ്റുവാൻ സാധ്യമല്ല. അവർ ലംഘനം ചെയ്തു, കൽപ്പന ലംഘിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ അവര് ഒരു കുറ്റമില്ല. പന്തിയോസ് പീലാദോസിന്റെ കാലഘട്ടത്ത് മാറി മാറി കോടതികൾ വിധിച്ചിട്ടും ഒരു കുറ്റം പോലും കണ്ടുപിടിക്കുവാൻ യേശുവിനില്ല. ഈ നീതിമാനായവനെ എങ്ങനെ കുറ്റം ചുമത്താൻ പറ്റും, എങ്ങനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പീലാദോസ് കൈകഴുകി അതിന് മോചിതനായി, അവൻ ഫ്രീ ആയി. പക്ഷെ യഹൂദ ജനം പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഞങ്ങൾ ഈ ശിക്ഷ ഏറ്റെടുത്തു, അവനെ ക്രൂശിക്കുക. അങ്ങനെ ആ ഒരു ശിക്ഷയും യഹൂദന്മാർക്കുണ്ടായി. ലോകം മുഴുവനും യഹൂദന്മാർ ചിന്നി ചിതറിക്കപ്പെട്ടു. പക്ഷെ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അവരെ കൂട്ടിച്ചേർക്കും, അവർ നിർഭയമായി വസിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, 2-ാം ലോക മഹായുദ്ധം ഉണ്ടായി. അതിനുശേഷമാണ് ഇസ്രായേൽ ജനം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാനിടവന്നു. നമ്മൾ 47-ലാണെങ്കിൽ അവർ 48-ൽ. അതിനുശേഷം ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് ബൈബിൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് രാജ്യങ്ങൾ ചേരിതിരിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും യൂറോപ്പും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഞങ്ങൾ ചുമ്മാ വിളിച്ചു പറയുന്നതല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഏഷ്യ ഭൂഖണ്ഡം ഒറ്റക്കെട്ടായി നീറുന്നു. റഷ്യയുടെ നേതൃത്വത്തിൽ, റഷ്യയെക്കുറിച്ച് ബൈബിളിലുണ്ട്. റഷ്യയുടെ പേരാണ് ബോഗെ എന്ന്. അങ്ങനെ പഠിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് ബൈബിളിലുണ്ട്. യൂറോപ്യൻ യൂണിയൻ 28 രാജ്യമാണ്. അതിൽ ഒരു രാജ്യം ബ്രിട്ടൻ അതിൽ നിന്ന് പുറത്തുപോയെങ്കിലും ബ്രിട്ടൻ തിരികെ വരികയും അത് അങ്ങനെ അവരിൽ ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം യൂറോപ്യൻ യൂണിയനിലൊക്കെ ഭയങ്കരമായ ഒരു എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെല്ലാവർക്കും നിൽക്കാൻ കഴിയില്ല. അവർ കൊണ്ടുവരുന്ന നിയമത്തിൽ നിൽക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ 10 രാജ്യങ്ങൾ 10 രാജ്യമായി മാറും. അവർ ഒരു അഭിപ്രായമുള്ളവരായി തീരും. അവർ കൊണ്ടുവരുന്ന നിയമമാണ് വൺ കിങ് വൺ ആർമി നോ മണി, കറൻസി രഹിതമായ ലോകം. അതല്ലേ ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെയാണ് നമ്മൾ സാമ്പത്തിക ഇടപാട് നടക്കാം. ഇനി എല്ലാം ഈ മൊബൈൽ ഫോണിലേക്ക് വരും. അങ്ങനെ മനുഷ്യന് ഒരു രേഖയും കൊണ്ടുപോകണ്ട. ഇന്നിപ്പോ നമ്മൾ ആധാരം കൊണ്ടെടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ ബാങ്കിൽ പോയി, അങ്ങനെ ഈ ആധാർ ഒരു രേഖ എടുത്തില്ല. അപ്പൊ അവിടുത്തെ ബാങ്ക് മാനേജർ പറഞ്ഞു, അപ്പച്ചാ ഇങ്ങനെ ഒരു രേഖ വേണമല്ലോ. പാവം അതാ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഓട്ടോറിക്ഷ വിളിച്ചു, എന്തോരം പ്രാവി കാണും.
പക്ഷെ ആ രേഖകൾ, ആ നിയമം, ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമ വ്യവസ്ഥ പ്രകാരമാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവത്തിനൊരു നിയമം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ രേഖ കൊണ്ടുപോയാൽ ആ രേഖ ആ ഗസ്റ്റഡ് ഓഫീസറുടെ സീൽ വെച്ചാലാണ് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണമെങ്കിൽ ഇങ്ങനെ നിയമങ്ങൾ ലോകത്തുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുവാൻ, തന്റെ മകനായി മകളായി മാറുവാൻ, സ്വർഗത്തിൽ പോവാൻ ഒരു രൂപയും മുടക്കണ്ട, ഒരു സ്ഥലത്തും പോകണ്ട. നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഏറ്റു പറഞ്ഞാൽ മതി. അങ്ങനെ വെള്ളത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാന അഭിഷേകം പ്രാപിച്ച സ്വർഗത്തിലേക്ക് പോകാനുള്ളതായ ആ ഒരു അധികാരം, അല്ലെങ്കിൽ ആ സീല്, ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു രൂപ പോലും മടക്കണ്ട. ഇത്ര ഹാപ്പി ആയിട്ട്, ഇത്ര സന്തോഷമായിട്ട് ഈ ദേശത്ത് നിന്ന് വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്ന് പറയാമോ? ഇന്നിപ്പോ ഇവിടെ കൊഴഞ്ഞു വീണ് മരിച്ചാൽ സ്വർഗത്തിൽ പോകും. ഞാൻ എന്റെ ദൈവത്തിന്റെ സ്ഥലത്തിലെത്തും, വിശ്രമ സ്ഥലത്തിലെത്തുന്ന ഉറപ്പാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മരണമുണ്ട്. ആ മരണത്തെ കുറിച്ച് 2 കഥാപാത്രങ്ങളെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനവാനായ മനുഷ്യനും ഒരു സാധുവായ ലാസറെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ധനവാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹം ഒത്തിരി കൂട്ടുകാരുണ്ടാവും, വലിയ ആഡംബര ഭവനമായിരിക്കും, നല്ല വസ്ത്രങ്ങളായിരിക്കും, നല്ല സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉണ്ടാവും. ആ സൊസൈറ്റിയിൽ ആ രാജ്യം മുഴുവനും അദ്ദേഹം പറഞ്ഞ പോലെ കേൾക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ ആ കോർണറിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ലാസർ. ഈ ലാസറിനൊരു, അവൻ രോഗിയായിരുന്നു, അവന് ബലഹീനത ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹിക്കത്തക്കവണ്ട നല്ല ഫുഡുകളൊന്നും അവർ കിട്ടിക്കാണില്ല. പക്ഷേ അവൻ നല്ലൊരു ഫുഡ് കിട്ടി, നല്ലൊരു ആരോഗ്യം കിട്ടി. എന്താണെന്നറിയാമോ? അത് മരണാന്തര ജീവിതത്തെ കുറിച്ച് ഒരു പ്രത്യാശ അവനുണ്ടായിരുന്നു. ഞാനിവിടെ രോഗിയായും മരിച്ചാലും എനിക്ക് എന്റെ ദൈവത്തിന്റെ ചെല്ലാൻ കഴിയുമെന്നുള്ള ഉറപ്പ് ഈ സാധുവായ ലാസറിനുണ്ടായിരുന്നു. മരണശേഷം അവർ രണ്ടുപേരും 2 സ്ഥലത്തേക്ക് പോകാനുള്ളതും. അതാണ് സ്വർഗത്തെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു തെളിവാണ്. ആ തെളിവ് അങ്ങനെ ധനവാൻ എവിടെ പോയിന്ന് അറിയാമോ? ഭൂമിക്കടിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന പാതാളമുണ്ട്, ബൈബിൾ പറയുന്നു. ആ പാതാളത്തിലേക്കാണ് ഈ ധനവാൻ പോയത്. ലാസറോ, ആ സാധുവായ മനുഷ്യൻ പ്രത്യാശ വെച്ച തന്റെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ വിശ്രമ സ്ഥലത്തേക്ക്, എബ്രഹാമിന്റെ വഴിയായ പരദീസയിലേക്ക് അദ്ദേഹം പോയി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ നിന്ന് നമ്മൾ മരിക്കും, ഞങ്ങൾ മരിക്കും, പ്രാർത്ഥിക്കുന്നവർ മരിക്കും, ദൈവഭയമില്ലാത്തവർ മരിക്കും, എല്ലാവരും മരിക്കും. പക്ഷേ മരണാന്തര ജീവിതമാണ്, അതാണ് പ്രശസ്തി. ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ബുദ്ധി. ഇന്ന് അനേകം പലതും കണ്ടുപിടിക്കാൻ ഓടി നടക്കുമ്പോൾ ഞങ്ങൾ പറയാനുള്ളത്, ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാന്മാർ. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ സാധാരണക്കാര മനുഷ്യരായി നിങ്ങൾക്ക് തോന്നാം, ഞങ്ങൾ സാധുക്കളായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഞങ്ങളുടെ ഹാപ്പി എന്ന് പറയുമ്പോൾ ഒരു മരണാന്തര ജീവിതം ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ള സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരിക്കും. നിങ്ങളോട് ഈ ഉച്ച സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു വരാറായി. ഭൂമിക്കിടയിൽ പാതാളമുണ്ടെന്നുള്ളത് അത് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. ബൈബിൾ പറയുന്നത് സത്യമാണെന്ന് ശാസ്ത്രലോകം അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. പ്രിയപ്പെട്ടവരെ, ബോഡിയിലൊരു സ്വർഗമൊന്ന്, പുത്തനാം യെരൂശലേം, അതിനെ കുറിച്ച് പോലും ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിനു പറയുന്നു? ഭൂമി നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ നക്ഷത്രങ്ങളിൽ പോയി കൂടി വയ്ക്കുമെന്ന്, അതായത് ചന്ദ്രനിൽ പോകുമെന്ന് ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ പോയാലും അവിടെ നിന്ന് തിരിച്ചു വരേണ്ടതായിട്ട് വരും. കാരണം അങ്ങനെയാണ് ദൈവം കൊടുത്ത കൽപ്പന, അല്ലെങ്കിൽ വ്യവസ്ഥ, വചനം അങ്ങനെയാണ് പറയുന്നത്. എന്തിനു പറയുന്നു? മൂലപദാർത്ഥങ്ങൾ വെന്തഴിയുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രലോകം പറഞ്ഞു. കാരണം പറഞ്ഞവരാണെന്ന് പറയുമോ? ഒരു വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കായ പത്രോസ, മീൻ പിടിക്കുന്നവരാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പ്രിയമെങ്കിലും ശാസ്ത്രലോകം കണ്ടുപിടിച്ചു ബൈബിൾ സത്യമാണെന്നും മൂലപദാർത്ഥങ്ങൾ വെന്തഴിയുമെന്ന് അങ്ങനെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. അതാണ് ഈ വേദപുസ്തകത്തിന്റെ പേര് തന്നെ, സത്യവേദ പുസ്തകം. മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അത് തന്നെ മനുഷ്യന് ഉപദ്രവിക്കുന്നു. ആനകൾ ചവിട്ടിക്കൂട്ട, മൃഗങ്ങൾ കടിച്ച് മനുഷ്യനെ കൊണ്ടുപോകാം. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണെന്നേ. ഏതാ ഇത് നിങ്ങൾ തുറന്നു നോക്കൂ, ഇതിൽ കാണാത്തതൊന്നും ഉണ്ടാവില്ല. ആ പ്രപഞ്ചത്തെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥമാണ്. എന്തിനു പറയുന്നു? സാമ്രാജ്യങ്ങൾ, ആദ്യത്തെ സാമ്രാജ്യമായ ബാബിലോണിയൻ സാമ്രാജ്യം, ഗ്രീക്ക് പേർഷ്യൻ സാമ്രാജ്യം. ഇന്ന് ബൈബിൾ പഠിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന സാമ്രാജ്യത്തിന്റെ പേരാണ് റോമൻ സാമ്രാജ്യം. ഒരു ഏകലോക ഭരണത്തിലേക്കാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു 3-4 ലോകം മഹത്വം ഉണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ അത് ഉണ്ടാകും. അത് ഞങ്ങൾക്ക് പറയാൻ ശേഷിക്കുന്ന യഹൂദന്മാര് തന്റെ ആ ഇസ്രായേലിലേക്ക് വീണ്ടും ചെല്ലണം. അതിനും കൂടി യുദ്ധം അതിനൊരു മുഖാന്തരമാണ്.
അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയന്റെ ഏകീകരണത്തിന് യുദ്ധം അത് നടക്കും. കാരണം കഴിഞ്ഞ കാലം തന്നെ ഞങ്ങൾ കൂടി വന്ന് പല രാഷ്ട്രീയ പാർട്ടികൾ എന്നെ വളഞ്ഞു വെച്ച് സംസാരിച്ചു, ഇതിന് മറുപടി പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചു പോയാലും ഇന്നല്ലെങ്കിൽ നാളെയിലായാലും 5 മാസം കഴിഞ്ഞ 1 കൊല്ലം കഴിഞ്ഞാണ് ശരി, ഇതിനു കൂടി വേണ്ടിയിട്ടാണ് ഈ യുദ്ധം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടവന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണത്തിന് ധൈര്യത്തോട് പറയാൻ നിലമോ ബൈബിളിൽ അതിന് തെളിവുകൾ ഞങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. എന്റെ വാക്ക് ചുരുക്കുന്നു, സമയത്തിന്റെ പരിധി കൊണ്ട് എന്റെ വാക്ക് ചുരുക്കും. കാരണം ഞങ്ങൾ ഇതൊക്കെ പറയണമെങ്കിൽ ഒരു 3 മണിക്കൂർ കിട്ടിയാലും പോരാ. അതിനാൽ സമയത്തിന്റെ പരിധി കുറവായതുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. ഈ ദേശനിവാസികളെ, നിങ്ങൾ എല്ലാവരെയും അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നതായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരൂ എന്ന് പറഞ്ഞ അരുമനാഥനായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരൂ, നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഞങ്ങൾക്ക് യേശു സമാധാനം തന്നതാണ്. മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, കഞ്ചാവിന്റെ അടിമത്തിൽ നിന്നൊക്കെയും പാവം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് മൃഗമായി എന്നെ മനുഷ്യനാക്കി തീർത്തത് ഈ ബൈബിളാണ്, ഈ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ നിവാസികളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു.